ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് കൂടുകയാണ്. 8 ദിവസങ്ങളിലായി 5 ലക്ഷത്തിലധികം തീർത്ഥാടകർ ദർശനം നടത്തിക്കഴിഞ്ഞു. സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായി ദീപാരാധനാ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഈ ശനിയും ഞായറും ആകുന്നതോടുകൂടി തന്നെ കൂടുതൽ ഭക്തർ അവിടേക്ക് എത്തിച്ചേരും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ക്രമീകരണങ്ങൾ ഏത് തരത്തിലാണ് അവിടെ ഇപ്പോൾ? ലക്ഷ്മി, ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ ഇന്നിപ്പോൾ 6 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 63,647 തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ 8 ദിവസങ്ങളിലായിട്ട് 5,14,000-ഓളം തീർത്ഥാടകരാണ് ശബരിമലയിൽ ഇതിനോടകം ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ സംഖ്യ ഇനി 4 മണിക്കൂർ കൂടി ദർശനം അവശേഷിക്കുന്നുണ്ട്. എന്തായാലും 80,000-ന് മുകളിൽ ഇന്ന് തീർത്ഥാടകർ എത്തുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണുള്ളത്. ഇന്നലെ 77,000-ഓളം തീർത്ഥാടകർ എത്തിയിരുന്നു. അത്തരത്തിൽ 70,000-ന് മുകളിൽ ഈ മണ്ഡലകാലത്ത് ശരാശരി എല്ലാ ദിവസവും തീർത്ഥാടകർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ തീർത്ഥാടകരുടെ എണ്ണം ആദ്യ ദിവസങ്ങളിൽ ശബരിമലയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് ആനുപാതികമായിട്ട് ശബരിമലയുടെ നടവരവിലും ഗണ്യമായിട്ടുള്ള വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അവധി ദിവസങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ എണ്ണം ഇനി വീണ്ടും വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സന്നിധാനത്ത് ഇപ്പോൾ ദീപാരാധന ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം പുഷ്പാഭിഷേക ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം അത്താഴ പൂജ കഴിഞ്ഞ് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഇന്നത്തെ പ്രത്യേക ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാവുകയാണ്. എന്തായാലും വരുന്ന 12 വിളക്കടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ വരുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും വിലയിരുത്തൽ യോഗങ്ങളും നടപടികളും ഒക്കെ തന്നെ സന്നിധാനത്ത് ദേവസ്വം അധികൃതരുടെ ഭാഗത്തു നിന്നും നടന്നു വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഇത്തരത്തിൽ അല്ലെങ്കിൽ വർദ്ധിക്കുന്നത് മൂലം മറ്റ് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അതിന് അടിയന്തരമായിട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായിട്ട് അവശേഷിക്കുകയാണ്. മലകയറ്റം വളരെ സുഗമമാണ് എന്ന് തന്നെയാണ് തീർത്ഥാടകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം. സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.